ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മാവാണല്ലോ റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് അല്പം മൈദ, അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം പഞ്ചസാര, കരിഞ്ചീരകം, ഏലക്ക പൊടിച്ചത്, ചെറിയ ജീരകം, ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മാവ് അധികം നേർത്ത് പോകരുത് കേട്ടോ, അതായത് വെള്ളം ഓവറായി പോകരുത്. വെള്ളം ഇനിയിപ്പോൾ അധികം ആവുകയാണെങ്കിൽ അല്പം കൂടി പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇളക്കി കൊടുത്ത് ലെവലാക്കി എടുത്താൽ മതി. എൻ്റെ പാകം നോക്കിയിട്ട് അപ്പോൾ ഇതുപോലെ കട്ടി കൂടിയ മാവാണെങ്കിൽ നല്ല ക്രിസ്പി പരുവത്തിൽ നമുക്ക് പഴംപൊരി റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ പഴം നമ്മൾ ഈ പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പഴംപൊരി പാകമാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം എണ്ണയിലിട്ട് കൊടുത്ത ശേഷം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്, നല്ല ക്രിസ്പി പരുവമായിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് കട്ടി കൂടിയ മാവ് വേണം, പിന്നെ നല്ലോണം പഴുത്ത പഴമായിരിക്കണം, പിന്നെ അതേപോലെ പഴം നമ്മൾ കനം കുറച്ച് അരിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല പഴംപൊരി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഏകദേശം ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക്
അല്പം കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ്.